വെള്ളാപ്പള്ളി നടേശനാണ് 2 ദിവസമായിട്ട് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. പിണറായി വിജയന്റെ വിശ്വസ്തനാണ് വെള്ളാപ്പള്ളി എന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ മുദ്ര കുത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരെ തുടർച്ചയായിട്ട് തെറി പറയുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നൊരു വാർത്ത, BJPയുടെ മുതിർന്ന നേതാവായ പ്രകാശ് ജാവദേക്കർ, കേരളത്തിന്റെ പ്രഭാരി എന്ന നിലയിലൊക്കെ സേവനമനുഷ്ഠിച്ച അദ്ദേഹം വെള്ളാപ്പള്ളിയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയെ പതുക്കെ BJP പക്ഷത്തേക്ക് അടുപ്പിക്കാനാണോ? കാരണം ഇപ്പോൾ BJPയുടെ 1-2 സ്ഥാനാർത്ഥികളുടെ മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോൾ നേമത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുന്നുണ്ട്, കായംകുളത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വരുന്നുണ്ട്, വട്ടിയൂർക്കാവിലേക്ക് പിന്നെ കോൺഗ്രസിലെ BJPയിലെ മുതിർന്ന ഇന്ന നേതാവ് വരുന്നുണ്ട്. ഈ രീതിയിലൊക്കെ ചർച്ച വരുന്നു. അപ്പോൾ വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തുന്നത് BJPക്ക് ഗുണമാണോ ദോഷമാണോ വരുന്നത്? ഇപ്പോൾ ജ്യോതിർഘോഷ് സാറുണ്ട്, പ്രശാന്ത് പ്ലാന്നോട്ടുണ്ട്. എങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റും? ഇത് BJP കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഈ പ്രകാശ് ജാവദേക്കർ, കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ ഇപ്പം വെള്ളാപ്പള്ളിയെ കണ്ടിരിക്കുന്നത് BJPയുടെ കൂടെ വെള്ളാപ്പള്ളിയെ കൊണ്ടുവരാനല്ല. ഇതിനകത്ത് വളരെ വ്യക്തമാണ്. ഇതിപ്പം പ്രകാശ് ജാവദേക്കർ വെള്ളാപ്പള്ളി ഇപ്പം കണ്ടിരിക്കുന്നത് CPM-നെ സഹായിക്കാനാണ്. CPM-നെ സഹായിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 10-15 സീറ്റുകൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടുക. LDFന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CPM-ന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മൂന്നാമത് അധികാരത്തിൽ വരിക. ഈ 2 ലക്ഷ്യം നിറവേറ്റുന്നതിനാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ ആധാരമാക്കിയിരിക്കുന്നത്. കാരണം ഇപ്പം വെള്ളാപ്പള്ളിയെ ഇപ്പം പരിപൂർണമായിട്ട് പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നത് CPM-ആണ്. ഇപ്പം CPM-ന് പരസ്യമായി പറയാൻ കഴിയാത്തത്, അതായത് CPM-ഉം BJPയും തമ്മിൽ രഹസ്യമായിട്ടുണ്ടാക്കിയിരിക്കുന്ന അജണ്ടയുടെ കേന്ദ്ര ബിന്ദു പരസ്യമായിട്ട് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. ഒരു പക്ഷേങ്കിൽ പിണറായി വിജയന് പറയാൻ കഴിയാത്തത് തുറന്നു പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. അത് വളരെ വ്യക്തമാണ്. കേരളത്തിൽ ഈ മുസ്ലിങ്ങളുടെ ഒരു കടന്നുകയറ്റം കാരണം ഹിന്ദുക്കൾക്ക് രക്ഷയില്ലാണ്ട് വന്നിരിക്കുന്നു എന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പം അത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ പ്രകാശ് ജാവദേക്കർ ഇപ്പോൾ അവിടെ ചെന്നിരിക്കുന്നത്. പ്രകാശ് ജാവദേക്കർ ചെന്നേക്കോടുകൂടി ഇപ്പോൾ അവിടെ CPM-ഉം BJPയും വെള്ളാപ്പള്ളി നടേശനും ഈ 3 വിഭാഗത്തിൻ്റെയും 3 കൂട്ടരുടെയും നറേറ്റീവ് ഒന്നായി മാറിയിരിക്കുന്നു. അതിൻ്റെ കൃത്യമായ തെളിവാണ് ഇന്ന് പ്രകാശ് ജാവദേക്കർ അവിടെ ചെന്നിരിക്കുന്നത്. പിന്നെ ഇപ്പം രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പ്രകാശ് ജാവദേക്കർ ഇരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ എക്സ്പ്രഷൻസ് ആണ്, മുഖഭാവവും ശരീരഭാഷയുമാണ്. ഇപ്പം കഴിഞ്ഞൊരു ദിവസം ഈ മാധ്യമത്തിൻ്റെ ഒരു ലേഖകന് ഈ മൈക്ക് തട്ടി മാറ്റി നാക്ക് കടിച്ചു പിടിച്ച ഒരു നമ്മുടെ ചില അപ്പൂപ്പന്മാരൊക്കെ സ്വാഭാവികമായിട്ടുള്ള വീട്ടിൽ കൊച്ചുമക്കളുടെ അടുത്ത് പോലും ചിലപ്പോൾ ദേഷ്യം വന്നിട്ട് തന്നെയാണ്. അപ്പൊ അതേപോലെ ഇന്ന് ശ്രദ്ധിക്കേണ്ട, പ്രകാശ് ജാവദേക്കർ അടുത്ത് നിൽക്കുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും നാൾ നമ്മൾ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടെങ്കിലും പ്രകാശ് ജാവദേക്കറിന്റെ അടുത്ത് നിൽക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ മുഖഭാവം ശ്രദ്ധിക്കണം. ഒരു അത്ഭുതമാണോ, അതോ എൻ്റെ വീട്ടിൽ അങ്ങ് എത്തിയിരിക്കുന്നല്ലോ, അതോ എന്താണ് ഭാവം എന്നറിയാൻ വയ്യാത്ത ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഇങ്ങനെ പോരിന് വിളിക്കുന്ന ഒരു വെള്ളാപ്പള്ളി നടേശന്റെ ശരീരഭാഷ നമ്മൾ കാണുന്നത്. പക്ഷേ സൗമ്യനും ആരാധനയും ഒക്കെ നിറഞ്ഞ ഒരു ഭാവമായിരുന്നു പ്രകാശ് ജാവദേക്കറിന്റെ മുമ്പിലുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ഈ 3 കൂട്ടരും കൂടെ, അതായത് BJPയും BJP പൂർണ്ണമായിട്ടും വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നു, അല്ലെങ്കിൽ BJP വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് BJP കേരളത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വാദങ്ങളാണെന്നുള്ളതാണ് ഒന്ന്. അത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് സമർത്ഥിക്കുന്നതാണ് പ്രകാശ് ജാവദേക്കറിന്റെ ഇന്നത്തെ സന്ദർശനം. അത് പൂർണ്ണമായിട്ടും ശരിയാണെന്നും അതുതന്നെയാണ് കേരളത്തിലെ അടുത്ത ഇലക്ഷൻ അജണ്ട എന്നുമാണ് CPM നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ചതും ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി പിണറായി വിജയൻ ഹിന്ദുവിന് അഭിമുഖം കൊടുത്തതിലൂടെ നടത്തിയതുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അത് ഒന്നും കൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ പറഞ്ഞതുപോലെ അടുത്ത നിയമസഭാ മത്സരം വരുന്ന സമയത്ത് ചില മണ്ഡലങ്ങളിൽ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ BJPക്ക് കിട്ടുകയും അതോടൊപ്പം തന്നെ BJPയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ CPM-ന് കിട്ടുകയും അല്ലെങ്കിൽ LDFന് കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതാണ്. അതിൻ്റെ കൃത്യമായ സൂചന തന്നെയാണ് ഇന്ന് പ്രകാശ് ജാവദേക്കർ വന്നത്. അല്ലാതെ BJPയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ പോകില്ല. കാരണം പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അവരുടെ പല കാരണങ്ങളുമുണ്ട്. നമ്മൾ ഈ പുറത്ത് കാണുന്ന സൗഹൃദത്തിന് പുറമേയുള്ള പല കാരണങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ഇപ്പോഴത്തുള്ള സമവാക്യത്തിന് പിന്നിലുണ്ട്.
അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും വെള്ളാപ്പള്ളി ഗണേശൻ BJP-യിലേക്ക് പോകുന്ന പ്രശ്നമില്ല. അതേ സമയത്ത് BJP-യുടെ നറേറ്റീവ്, വെള്ളാപ്പള്ളി ഗണേശന്റെ നറേറ്റീവ്, ഇടതുപക്ഷ മുന്നണി അഥവാ CPM വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന നറേറ്റീവ്, ഇത് മൂന്നും ഒന്നായിട്ട് മാറുന്ന ഒരു കാഴ്ചയുടെ ഒരു വ്യക്തമായ ഒരു തെളിവാണ് പ്രകാശ് ജാവ്ദേക്കറിന്റെ ഇന്ന് വെള്ളാപ്പള്ളികളിലെ സന്ദർശനം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന ആളാണ് അമിത്ഷാ. അമിത്ഷായുടെ ഒരു വലിയ പ്ലാൻ, പക്ഷെ അത് കേരളത്തിൽ ഇതുവരെ വർക്കൗട്ട് ആയിട്ടില്ല. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ 50-50 ആണല്ലോ ഇവിടുത്തെ. ന്യൂനപക്ഷം 50, ഭൂരിപക്ഷം 50. ഇതിനകത്ത് 26%, അതായത് ഏതാണ്ട് 26-27 30% വരുന്നവരെന്നറിയാം SNDP. ഈ SNDP-യുടെ 30%-നകത്ത് ഏതാണ്ട് 15% ഇപ്പോഴും പിടിക്കുന്നവരെന്നറിയാം CPM. ബാക്കി നായരുടെ വോട്ട് എത്ര അറിയാമല്ലോ, ഏതാണ്ട് 13% കണ്ടേ ഉള്ളൂ. ബാക്കി പിന്നോക്ക. അപ്പം ഭൂരിപക്ഷ സമുദായത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു വോട്ടുകളുടെ കസ്റ്റോഡിയൻ ആരാ? യഥാർത്ഥത്തിൽ CPM ആണല്ലോ ഇവിടുത്തെ. അത് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ആരാണ്, ആവേണ്ടത് ആരാണ്? അവരൊക്കെ പറയാം ഞങ്ങളാവണ്ട. നമ്മൾ പറയത്തില്ലേ, ഈ BJP പറഞ്ഞ ഞങ്ങളാവണ്ടേ അതെന്ന് പറഞ്ഞാൽ അവർ, പക്ഷെ അവരുടെ കയ്യിലല്ല. അവർക്ക് മാക്സിമം, ഇതിനകത്തൊരു വലിയ പൊളിറ്റിക്സ് ഞാൻ പറയാം, അവർക്ക് മാക്സിമം പിടിക്കാൻ പറ്റുന്ന ഭൂരിപക്ഷ വോട്ടാണ് ഇപ്പോൾ പിടിച്ചേക്കുന്ന 18%. ഇതിനകത്ത് എത്ര ശതമാനമുണ്ട് ന്യൂനപക്ഷത്തിന്റെ? ക്രിസ്ത്യാനിന്റെ 1% കാണുമായിരിക്കും, 1% കൂടുതൽ കാണത്തില്ല. ഇനി അവർക്ക് ഇതിനകത്ത് പിടിക്കണമെങ്കിൽ, കാരണം 100% നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 100% ഉള്ളിടത്ത് 17% മാത്രം നിൽക്കുക. ബാക്കി ഈ 17-നകത്തുനിന്ന് ബാക്കി 50% ഹിന്ദുക്കളുടെ മാത്രം ഉള്ളപ്പം ബാക്കി വീണ്ടും കിടക്കുമല്ലേ. ഇത് പിടിക്കണമെങ്കിൽ, ഇനിയും ബൾക്കായിട്ട് പിടിക്കണമെങ്കിൽ ഈഴ വോട്ട് തന്നെ പിടിക്കണം. ഇതുവരെ പിടിച്ചേക്കുന്ന ആരുടെ വോട്ടാണെന്നറിയാം? മുന്തിയ ഈഴവരുടെ വോട്ട്. പറഞ്ഞുതരാം, മുന്തിയ നായന്മാരുടെ വോട്ട്. പിന്നോ ഈ പട്ടികജാതിക്കാരൻ്റെ വോട്ട് 1% പോലും വന്നിട്ടില്ല. അപ്പം ഇവരുടെ രണ്ടുപേരുടെ മാത്രമാണ് നിൽക്കുന്നത്. ഇപ്പം ഇത് ഈ ഇളക്കാൻ നോക്കിയപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ന് മനസ്സിലായി അടിപേരിളയി പോകാൻ മനസ്സിലായി. കാരണം വോട്ടിംഗ് പാറ്റേൺ കണ്ണൂർ ഉൾപ്പെടെ അവിടെ നോക്കിയപ്പോൾ ഇളകിയിട്ടുണ്ട്. ഏതാ? ഈഴവലറ്റ് ഇളകിയേക്കുന്നത്. അതെ, അത് അടിപേരിളകി. അതാണ് അവർ അഡക്കണ്ട അയ്യപ്പസ്വാമിയെ കയറി തത്വമസി എന്ന് പറഞ്ഞിട്ട് കയറി പിടിച്ചത്. മനസ്സിലായോ? അയ്യപ്പസ്വാമിയെ പിടിച്ചാൽ വലിയൊരു ഗുണമുണ്ട്. അയ്യപ്പസ്വാമിക്ക് അകത്തുനിന്ന് അവർക്ക് കിട്ടിയ ഒരു പാഠമുണ്ട്. നമ്മൾ ഈ പറയത്തില്ലേ, അടി കൊണ്ടാലും പാഠം പിടിക്കും. അയ്യപ്പസ്വാമിക്ക് അകത്തുനിന്ന് കിട്ടിയ ഒരു പാഠം എന്താണെന്നറിയാം? ഇവര് അയ്യപ്പസ്വാമിയുടെ വിഷയം വന്നപ്പോൾ വീണ്ടും CPM-ന്റെ ഒരു ലൈൻ ഉണ്ടല്ലോ, പിന്നോക്കക്കാരനായ അയ്യപ്പൻ എന്നുള്ള രീതിയിലേക്ക് ഒരു കളി കളിക്കാനാണ് നോക്കിയത്. എന്നിട്ട് രാഷ്ട്രീയം അന്നത് തന്നെയായിരുന്നു. നമ്മൾ ഏത് നമ്മൾ കളിക്കുമല്ലോ, ചിലപ്പോൾ വിജയിക്കും. പക്ഷെ അയ്യപ്പന്റെ കാര്യം വന്നപ്പം ഈ നായർ മുതൽ ഇയാൾ പറയത്തില്ല, നായർ മുതൽ നമ്പാടി വരെ, നായാടി വരെ അയ്യപ്പന്റെ കാര്യം വന്നപ്പോൾ നമ്മൾ പറയത്തില്ലേ, മാലയിട്ട് കഴിയുമ്പോൾ എല്ലാ അയ്യപ്പനാണ്. അയ്യപ്പന്റെ കാര്യം വന്നപ്പോൾ നമ്പൂതിരിക്കും നായർക്കും പട്ടികജാതിക്കാരനും കുറവനും പലയനും എല്ലാവർക്കും ഒറ്റ അഭിപ്രായമുള്ളൂ. അവിടാണ് CPM പാളിയത്. അപ്പൊ അതേ ലൈനിലാണ് ഇപ്പോൾ അവർ പിടിച്ചപ്പോൾ പിന്നെ സ്വർണ്ണക്കൊള്ള വന്നില്ലാതെ അവിടെ പിടുത്തം മുറിക്കൊണ്ട്. മാത്രമല്ല, ഞങ്ങൾ ഒന്നും വേണ്ട, ഞങ്ങൾ അയ്യപ്പന്റെ കൂടാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് ഞങ്ങളുടെ ആശയം എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇപ്പം ഈ പറയുന്നത് പോലെ അടുത്ത ഇലക്ഷൻ കൂടി പിണറായി വിജയൻ അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഒരു കാരണവശാലും ഒരു നിലപാട് പരസ്യമായിട്ട് പറയത്തില്ല. പക്ഷെ അവിടെ അല്ലല്ലോ തീരുന്നത്. BJP അവിടെ അല്ലല്ലോ നോക്കുന്നത്. ഈ പിണറായി വിജയന് ശേഷമുള്ള CPM അടുത്ത പ്രാവശ്യം കൂടെ ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിൽ വരുമെന്ന് തന്നെ വിചാരിക്കും. അതിന്റെ അടുത്ത പ്രാവശ്യം പിണറായി വിജയൻ എന്തായാലും വരത്തില്ല. അതിനുശേഷം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അവസ്ഥ നമുക്കിപ്പോൾ ചർച്ച ചെയ്യണ്ട, എന്നാലും എല്ലാവർക്കും ഏകദേശം അറിയാം. കോൺഗ്രസിന്റെയോ. അപ്പം അതിനുശേഷം ആർക്കാണ് ഇവിടെ ഉള്ളത്? അപ്പം ഈ സേഫ് സോണിലേക്ക് പോവാം. പിന്നെ രണ്ടാമത് വേറെ വലിയ പൊളിറ്റിക്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വന്നേക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും വെള്ളാപ്പള്ളി ഇറങ്ങി ഒരു ചാട്ടം ചാടിക്കുന്നത് എന്തോന്ന്, രക്തസാക്ഷി പരിവേഷത്തിന് വേണ്ടി. എന്നെ കൊന്നേരെ, ഞാനിവിടുത്തെ ഹിന്ദുവിന് വേണ്ടിയല്ലേ സംസാരിക്കുന്നത്. അപ്പോഴത്തേന് മുസ്ലിം ലീഗുകാരൻ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് അവിടെ പറയുമ്പോൾ ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടായോ? ഇല്ല. ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാവാത്തത് കൊണ്ടാണല്ലോ ഈ വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ അനുസരിച്ച് ഇവിടുത്തെ SDPI-കാരനും PFI-കാരനും ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരനും അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്കാരനും മൊത്തം കൂടെ ഒന്നിച്ചതിന്റെ ഫലമായിട്ടാണല്ലോ വടക്കോട്ട് മലപ്പുറത്തോട്ട് നോക്കിയാൽ പോരെ, കേരളത്തിൽ മൊത്തത്തിൽ നോക്കിയാൽ പോരെ. ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചോ? അപ്പോൾ എവിടെ സംഭവിച്ചു? അപ്പോൾ ആ രക്തസാക്ഷി പരിവേഷത്തിന് പൂർണ്ണ പിന്തുണയോടുകൂടി, അല്ലെങ്കിൽ യാതൊരു നമ്മൾ പറയത്തില്ലേ ഒന്നും അല്ലാത്ത പിന്തുണ കൊടുക്കാൻ പറ്റുന്ന BJP ഉള്ളൂ. അത് ഞങ്ങൾ കൂടെ ഉണ്ട്. വെള്ളാപ്പള്ളി പറഞ്ഞു, അത് തന്നെ പറയണം. കാരണം ആ ഒരു ശൈലിയും കൂടെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞതുപോലെ
അടുത്ത ഇലക്ഷന് ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന് വേണ്ടി ഈ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. പക്ഷേ അതിനപ്പുറം BJP ഈ ഒരു നീക്കം, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ്, കാരണം നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ അതുകൂടെ പറഞ്ഞു നിർത്തിയേക്കാം. നമ്മൾ പറഞ്ഞില്ല BDJS ഒന്നുമല്ല. BDJS വന്നതിന് ശേഷം BJP എന്തുവേണ്ടി ഡെവലപ്മെന്റ്സ് ഉണ്ടെന്ന് പല സീറ്റുകളിലെ വോട്ടിന്റെ വ്യത്യാസം എത്ര വേണ്ടി ജയിക്കുന്നതല്ല, വോട്ടിൻ ശതമാനം എന്തുവേണ്ടി കൂടിയെന്നറിയാം. ഈ ശതമാനക്കണക്ക് എപ്പോഴാണ് കൂടിയത്? ആറിനകത്തുനിന്ന് ഈ 17ലേക്ക് വന്നതിന് വലിയ ദൂരമൊന്നുമില്ല. ഈ 6-നകത്തുനിന്ന് നമ്മൾ 6 കിടന്നതും അല്ലെങ്കിൽ 4 കിടന്നതും ഒക്കെ എത്രയോ കാലം ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടോ? അപ്പം BDJSനെ വേണ്ട രീതിയിൽ നയിക്കാൻ അറിയാവുന്നവനും ഏക്കാൻ അറിയാവുന്നവനും കൊണ്ടുപോകാൻ അറിയാവുന്നവരും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അതിനകത്തും BJPക്കകത്തും BDJSനകത്തും ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ ചില വിഷയങ്ങളുണ്ടല്ലോ, കേരളത്തിലുള്ളല്ല, അറിയാമല്ലോ. NSS, SNDP ആയിട്ടുള്ള ഇതെല്ലാം കൂടെ വിഷയമില്ലാതെ ഒന്നിച്ച് കൈകാര്യം ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ വന്നാൽ BJP അല്ലെങ്കിൽ അമിത്ഷാ ഉദ്ദേശിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ്, അമിത്ഷാ പറഞ്ഞത് 2000 പേരുള്ള ജാതി ഉണ്ടെങ്കിൽ പോലും കൂടെ കൂട്ടിയേക്കാനാണ് നേരത്തെ പറഞ്ഞത്. 2000 വോട്ടുള്ള ജാതി, ചെറിയ ജാതി സംഘടനയാണെങ്കിൽ പോലും കൂടെ കൂട്ടി നിർത്തിക്കോ, UP ചെയ്തപോലെ. അത് ഇവിടെയും ചെയ്തു, എങ്ങും വേണ്ട, ഒരാളെയും വിടണ്ട. ആ ഒരു പൊളിറ്റിക്സാ. അപ്പൊ അത് ഈ കേരളത്തിൽ അവിടെ വർക്കൗട്ട് ആവുന്നത് പോലെ, അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആക്കാൻ കൊള്ളാവുന്ന നേതാക്കന്മാർ BJPക്ക് അതില്ലാത്തതുകൊണ്ടാണ്, മനസ്സിലാവുന്നുണ്ട്. ഇവിടെ വേറെ ചില പണികളാണ്, ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, വെള്ളാപ്പള്ളി നടേശൻ ആരുടെ കൂടെ നിൽക്കുന്നു ആ പാർട്ടി പരാജയപ്പെടുമെന്നാണ്. ഇപ്പോൾ UDFനെ സപ്പോർട്ട് ചെയ്താൽ ഓക്കെ അവർ തോറ്റുപോയി, LDFനെ സപ്പോർട്ട് ചെയ്താൽ അവർ തോറ്റുപോയി എന്നുള്ള ഒരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയെ BJP കൂടെ കൂട്ടും. വെള്ളാപ്പള്ളിക്ക് ഈ പറഞ്ഞതുപോലെ ഈഴവ സമുദായത്തിന്റെ പുറത്ത് അദ്ദേഹം ഈ കുറച്ച് വോട്ടുകൾ നിയന്ത്രിക്കാൻ പറ്റും. ഈ ശാഖകൾ വഴി കുറച്ച് വോട്ടുകൾ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ ഈ മാസിന്റെ വോട്ടിന് ഈഴവ സമുദായത്തിലെ, ഇപ്പോൾ നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ ഈ ഈഴവരുടെ ഇടയിൽ തന്നെ ഈ മുന്തിയ കുറേ വിഭാഗക്കാരുണ്ട്, വിദ്യാഭ്യാസവും സാമ്പത്തികവുമായിട്ടും. അവരുടെ ഇടയിലൊന്നും വെള്ളാപ്പള്ളി നടേശന് നമ്മൾ പറയുന്ന പോലെ സ്വാധീനമില്ല. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അതെല്ലാം കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസ്. അത് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഏറ്റവും പ്രകടമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, ഈ കൊല്ലത്തെ പിന്നെ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ 2 അക്ക സീറ്റിലേക്ക് BJP കൗൺസിലർമാർ വന്നതാണ്. കൊല്ലത്ത് CPM-കാരിൽ മാറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴയേക്കാളാണ് കൊല്ലമാണ് കൂടുതൽ. കൊല്ലംകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലതിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിവിടത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവമുള്ള കൊല്ലത്തിന്റെ അതിശക്തമായിട്ടൊരു റെവല്യൂഷണറി ഒരു ക്യാരക്ടറുണ്ട്. അവിടെ ഈ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. പിന്നെ ഇതിന് പുറമെ ഇപ്പൊ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞാൽ, പിന്നെ BJP ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ എല്ലാവർക്കും ഈ രാഷ്ട്രീയ പാർട്ടി രക്ഷകരാണ് ആവശ്യം. ഇപ്പോ BJPക്കാർ പറയുന്ന സംഗതി, ഇപ്പൊ എവിടെ നോക്കിയാലും പിന്നെ കേരളം മുസ്ലിങ്ങളുടെ പിടിയിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോയമ്പ് സമയത്ത് മലപ്പുറത്തെ അവസ്ഥയായിരിക്കും താമസിയാതെ കേരളത്തിൽ വരാൻ പോകുന്നത്. ശിവഗിരിയിൽ ഇപ്രാവശ്യം നടത്തിയ തീർത്ഥാടനത്തിനോടനുബന്ധിച്ചിട്ട് പിന്നെ പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അതിനകത്ത് അദ്ദേഹം ഒരു റെഫറൻസ് നടത്തിയിട്ടുണ്ട്. മതരാഷ്ട്രവാദത്തിന് നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ലെന്ന്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമാണ്. വേണമെങ്കിൽ പറയാം അത് BJP ഉദ്ദേശിച്ചാണെന്ന് പറയാം. പക്ഷേ അത് അദ്ദേഹം ഉദ്ദേശിച്ചത് മതരാഷ്ട്രവാദം എന്നുള്ളത് ചേർത്ത് വയ്ക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ UDFന്റെ കൂടെയാണ്. നാളെ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ആയിരിക്കും UDFനെ നയിക്കുന്നത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഉള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഈ മതരാഷ്ട്രവാദികളായിരിക്കും UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള നറേറ്റീവ് ഇപ്പൊ തന്നെ ആൾമോസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആയി. വരും കാലങ്ങളിൽ മുസ്ലിങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഹിന്ദുക്കൾക്ക് അവരുടേതായ ഒരു രക്ഷകൻ അല്ലെങ്കിൽ ഒരു രക്ഷാ കവചം ആവശ്യമാണ് എന്നുള്ള നറേറ്റീവിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ പറഞ്ഞതുപോലുള്ള ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങും കൂട്ടുകെട്ടുകളും ചിന്തകളും നറേറ്റീവ്സും ഒക്കെ വളരെ പ്രസക്തമാകാൻ പോകുന്നത്. എന്തായാലും പ്രകാശ് ജാവ്ദേക്കറിന്റെ ഈ സന്ദർശനത്തിലൂടെ എന്ത് മാറ്റങ്ങൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടാവും എന്നുള്ളത് കാത്തിരുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.